ശിരോവസ്ത്ര വിവാദം കെട്ടടങ്ങിയിട്ടില്ല. അതിൽ ഇപ്പോഴും രാഷ്ട്രീയമായ ആരോപണങ്ങൾ പല ഭാഗത്തുനിന്നായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിക്ക് സ്വാഭാവികമായ നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും വിഷയമായി നിൽക്കുന്നത്. പക്ഷേ ആ കുട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി ഇടപെട്ടത് ആരാണ് എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി, അദ്ദേഹം CPM-നെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. അദ്ദേഹം എടുത്ത നിലപാട് എല്ലാവരും പ്രകീർത്തിച്ചു. കാരണം ആ സ്കൂളിന് ഒരിക്കലും ഇത്തരമൊരു നിലപാടെടുക്കാൻ സാധിക്കില്ല എന്നും ആ കുട്ടി ഹിജാബ് ഇട്ടുകൊണ്ട് തന്നെ അവിടെ പഠിക്കണമെന്നുള്ള നിലപാടാണ് മന്ത്രി ശിവൻകുട്ടി പ്രഖ്യാപിച്ചത്. പക്ഷേ ആ സ്കൂളിനെതിരെ ഈ കുട്ടി പുറത്താകേണ്ടി വന്ന അവസ്ഥയിൽ ആ സ്കൂളിനെതിരെ നടപടിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഇതുവരെയും തയ്യാറായിട്ടില്ല. രണ്ടാമത് കോൺഗ്രസിൻ്റെ കാര്യമാണ്. കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെട്ടത് ഈ വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹിജാബ് ഇടാതെ തന്നെ ആ കുട്ടി അവിടെ പഠിക്കട്ടെ എന്നുള്ള ഒരു സമവായത്തിലേക്ക് കൊണ്ടുപോകാനാണ് കോൺഗ്രസിൻ്റെ അവിടുത്തെ നേതാക്കൾ ശ്രമിച്ചത്. മുസ്ലിം ലീഗ് ആകട്ടെ ആദ്യം കണ്ടു നിൽക്കുകയാണ് ചെയ്തത്. പിന്നീട് ഏറ്റവും ഒടുവിലായി PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആ വിഷയത്തിൽ സ്കൂളിൻ്റെ നിലപാടിനെതിരെ പ്രസ്താവന ഇറക്കുകയൊക്കെ ചെയ്തു. ഏറ്റവും ഒടുവിൽ മന്ത്രി ശിവൻകുട്ടിക്കെതിരെയും കുഞ്ഞാലിക്കുട്ടി എന്ന് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇടത് ഭരണത്തിന് കീഴിൽ ഒരു കുട്ടിക്ക് ഹിജാബ് ഇട്ടതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു എന്നുള്ള അവസ്ഥയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. ദാവൂദ് സാഹിബ്, ഇതിൽ ആത്മാർത്ഥമായൊരു വിമർശനം ആരുടെ ഭാഗത്ത്, അല്ലെങ്കിൽ ആത്മാർത്ഥമായൊരു ഇടപെടൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അല്ല, മൂന്നാമത് ആളുകൾ ആത്മാർത്ഥത ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് നിയമപരമായിട്ടുള്ള പ്രശ്നമുണ്ട്, മറ്റ് രാഷ്ട്രീയവും ധാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ സംഭവിക്കുന്നുണ്ട്, ഈ കുട്ടി അവിടെ ഹിജാബ് ഇട്ട് പോകണം എന്നാണ് അവരുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് അവർ സമ്മതിക്കുന്നില്ല, സ്കൂൾ അധികൃതർ സമ്മതിക്കുന്നില്ല. ആ കുട്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവർ മാത്രമല്ല മറ്റു പല കുട്ടികളെയും പോലെ വീട്ടിൽ നിന്ന് ഹിജാബ് ഇട്ട് വരും, സ്കൂളിൻ്റെ ഗേറ്റിലെത്തുമ്പോൾ അതഴിച്ച് ബാഗിൽ വെക്കും. ഇതാണ് പരിപാടി. ഇത് കേരളത്തിൽ ഡസൻ കണക്കിന് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ, എയ്ഡഡ് സ്കൂളുകളിൽ അടക്കം നടക്കുന്ന ഒരു പ്രാക്ടീസാണ്. ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് പലർക്കും അറിയില്ല. ഇങ്ങനെ ഒരു വിഭാഗം കുട്ടികളെ കൊണ്ട് ഞങ്ങളിങ്ങനെ ചെയ്യിക്കുന്നു എന്നുള്ളതിൽ ഇത് നടത്തുന്ന ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്ക്, സഭാ നേതൃത്വങ്ങൾക്ക് അവർക്കൊരു നാണവുമില്ല. അവരുടെ കൂടെ ഇവിടെ ജീവിക്കുന്ന ഒരു ജനസമൂഹത്തിൽപ്പെട്ട ഒരു വിഭാഗം അവർ അപമാനിതരായി. അവരുടെ കുട്ടികൾ ഇത്രയും പ്രധാനമെന്നും പവിത്രമെന്നും കരുതുന്ന ഒരു ഡ്രസ്സ്, ഒരു തുണിക്കഷ്ണം അല്ലെങ്കിൽ ഒരു ഡ്രസ്സിങ് വസ്ത്രധാരണ രീതി തങ്ങളുടെ ഗേറ്റ് കടക്കുമ്പോഴേക്ക് അയച്ചു വെക്കേണ്ടി വരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ അത് ആർക്കാണ് അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ, അത് അയച്ചു വെക്കുന്നവർക്കല്ല, അത് അഴിപ്പിക്കുന്നവർക്കാണ് അതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത്. അതിൽ അധാർമികത എന്താണ്, അതിൽ നീതികേട് എന്താണ് എന്നതിനെക്കുറിച്ച് അവരാണ് ആലോചിക്കേണ്ടത്. അതേക്കുറിച്ച് കേരളം കുറച്ച് ആഴത്തിൽ ചർച്ച ചെയ്യാൻ ഈ പള്ളുരുത്തിയിലെ സംഭവം കാരണമായിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ്, ഈ കുട്ടി ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇത് വിഷയമായത് എപ്പോഴെന്നറിയോ? കഴിഞ്ഞ ദിവസം അവിടെ ഈ ഇഷ്യൂ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അവിടെ ഇത് നടക്കുകയാണ്, ആർട്സ് ഫെസ്റ്റോ ആ മട്ടിൽ ആനുവൽ ഡേ എന്തോ നടക്കുകയാണ്. ഒരു ക്ലാസ് ഇല്ല, പരിപാടിയാണ് നടക്കുന്നത്. ആ ദിവസം ആ കുട്ടി തട്ട് അഴിച്ചു വെച്ചില്ല, അങ്ങനെ ക്ലാസ്സിൽ പോകുന്നില്ലല്ലോ എന്നോർത്തായിരിക്കാം അഴിച്ചു വെച്ചില്ല. അപ്പോൾ ഇത് കണ്ട ടീച്ചർ ഇവരെ അതിമാരകമായിട്ട് ശകാരിക്കുന്നു. സ്വാഭാവികമായിട്ടൊരു കുട്ടി ഈ തട്ടം ഇട്ടതിൻ്റെ പേരിൽ ഒരു ടീച്ചർ ശകാരിക്കുമ്പോൾ ഒരു ഭയങ്കരമായി ഹേർട്ടാവും. അത് വലിയ പ്രയാസത്തിലാകുന്നു. അവർ വീട്ടിൽ പോയി പറയുന്നു, പരാതി പറയുന്നു, വീട്ടിൽ നിന്ന് ചോദിക്കാൻ വരുന്നു. ഇങ്ങനെയാണ് ഈ സംഗതി ഡെവലപ്പ് ആവുന്നത്. അവർക്ക് അവിടെ തട്ടമിട്ടുകൊണ്ട് പഠിക്കാനുള്ള അവസരമൊരുക്കും എന്നാണ് DDE പറഞ്ഞത്. DDE അന്വേഷിക്കാൻ നിശ്ചയിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. പക്ഷേ അവരവിടെ പഠിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു, TC മേടിച്ച് പോകുന്നു. അപ്പോൾ അത്രയാണ് ഉണ്ടായുള്ളൊരു എപ്പിസോഡെന്ന് പറയുന്നത്. അതിൽ ഇവർ TC വാങ്ങി പോകുന്നത് എന്തിനാണ്? ഈ സമ്മർദ്ദം സഹിക്കാൻ എന്ന് പറഞ്ഞാൽ നൗഫല, ഇങ്ങനെ ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. സംവിധാനങ്ങളോട് മൊത്തം പൊരുതിയിട്ട്, അവിടുത്തെ ഹെഡ് മിസ്ട്രസിനോടും ടീച്ചറോടൊക്കെ പൊരുതി നിന്നിട്ട് അതേ സ്കൂളിലെ ക്ലാസ്സിൽ പോയി പഠിക്കുക എന്ന് പറയുന്നത് അത് നടക്കില്ല. ഇത് പഠന പ്രക്രിയയാണ്, അല്ലാതെ യുദ്ധത്തിന് പോകുമല്ലോ.
8ാം ക്ലാസ് ആ പ്രായത്തിലൊരു കുട്ടിക്ക് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അത്തരം സമ്മർദ്ദങ്ങൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും അവർ ടി സി വാങ്ങി പോകുന്നു. ടി സി വാങ്ങി പോകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു മൊമെൻ്റാണ്. ഞാൻ പറയുന്നത് ഒരു ഹിസ്റ്ററിക്കൽ മൊമെൻ്റാണ്, അല്ലെങ്കിൽ അതൊരു വാട്ടർഷെഡ് മൊമെൻ്റാണ്. ആ മൊമെൻറ്റ് സൃഷ്ടിച്ചിട്ടുള്ള ആഘാതം എന്താണ്, അതിൻ്റെ മാനസികമായ ആഘാതം എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, അത് ഏതൊക്കെ നിലയിലാണ് അതിൻ്റെ ഒരു സ്പൈറലിംഗ് ഇമ്പാക്റ്റ് ഉണ്ടാകുക എന്നതിനെക്കുറിച്ച് കേരളത്തിലെ ക്രിസ്ത്യൻ മത നേതൃത്വം, സഭാ നേതൃത്വം ആലോചിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പറയാം. കാരണം നിങ്ങൾ എടുത്തിട്ടുള്ളൊരു പൊസിഷൻ, 13 വയസ്സായ ഒരു കുട്ടി അവൾ പ്രധാനമെന്ന് കാണുന്ന ഒരു വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ അവൾ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അതേക്കുറിച്ച് അവരാലോചിക്കട്ടെ, ആഴത്തിൽ ആലോചിക്കട്ടെ, അവർ ആത്മപരിശോധന നടത്തട്ടെ. ഇപ്പോഴും ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന മാനേജ്മെൻറ്റുകളും സഭാ നേതൃത്വവും ആലോചിക്കട്ടെ എന്നാണ് ഞാൻ പറയുക. ഇനി ഗവൺമെൻറ് എടുത്തുള്ള പൊസിഷൻ, ഗവൺമെൻറ്റിന് സവിശേഷമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി തുടക്കം മുതലേ അദ്ദേഹം വളരെ എന്താ പറയുക സ്ഫുടമായ നിലപാടാണ് സ്വീകരിച്ചത്. ഈ സ്ഫുടമായ നിലപാട് സ്വീകരിക്കുന്നതിനും ഇതിൽ ഈ നിയമത്തിൻ്റെയും കോടതിയുടെയും സാങ്കേതികത പറഞ്ഞ് പിന്നെ എന്താണ് ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പുരോഗമന നിലപാടാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതേ സ്കൂളിനെതിരെ 2008 മറ്റു മതത്തിൽപ്പെട്ട ആളുകളെ കുരിശ് വരപ്പിച്ചതിലും മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി പോവുകയും മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ ഇടപെടുകയും ഇനി ഞങ്ങളിത് ആവർത്തിക്കില്ല എന്ന് ഈ മാനേജ്മെൻറ്റ് പറയുകയും ചെയ്താണ്. അതുകൂടെ നമ്മൾ ഓർക്കണം. ഇന്നലെ ആ പ്രിൻസിപ്പൽ ഹാർമണിയെക്കുറിച്ച്, മതസൗഹാർദ്ദത്തെക്കുറിച്ചൊക്കെ വലിയ ഇംഗ്ലീഷാണെന്ന് തോന്നുന്ന ഭാഷയിൽ സംസാരിച്ചല്ലോ. അതേ സ്കൂളിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലമൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം മന്ത്രി ശിവൻകുട്ടി എന്താണ് ചെയ്യുന്നത്, അദ്ദേഹം ഒരു നിലപാട് സ്വീകരിക്കും വളരെ കൃത്യതയുള്ള. ശിവൻകുട്ടിയെക്കുറിച്ച് നമ്മൾ മുമ്പ് ഔട്ട് ഓഫ് ഫോക്കസ് സംസാരിച്ചാണ്. അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിലെ മന്ത്രിമാരിൽ എന്താണ് ഈ ഒരു പ്രഭാഷണ സൗകുമാര്യം ഒരു സംസാര ചാതുരി പോലും അധികം ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ നല്ല കൃത്യതയിൽ കാര്യങ്ങൾ പറയുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. ഇതിൽ മാത്രമല്ല, നിരവധി സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ സ്ഫുടമായി, വളരെ കൃത്യതയിൽ കാര്യങ്ങൾ പറയുകയും ഇടപെടേണ്ട സമയങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. ഇതിനകത്തും അദ്ദേഹം ആ നിലയിൽ തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത്. അദ്ദേഹം എന്ത് പറഞ്ഞു, DD ഏൽപ്പിക്കുന്നു, DD റിപ്പോർട്ട് കൊടുക്കുന്നു, അവരവിടെ തന്നെ പഠിപ്പിക്കണം എന്ന് പറയുന്നു. DD റിപ്പോർട്ടിനെതിരെ സ്കൂളുകാർ ഹൈക്കോടതിയിൽ പോകുന്നുണ്ട്. അതിലിടപെടാൻ ഹൈക്കോടതി സന്നദ്ധമായില്ല, അല്ലെങ്കിൽ DD ഉത്തരവ് സ്റ്റേ ചെയ്യാൻ സന്നദ്ധമായില്ല. പക്ഷേ എൻ്റെ അടുത്തോടെ സംഭവിക്കുന്നത് എന്താണ്, സംഭവിക്കുന്നത് ഈ കുട്ടി പുറത്തു പോവുകയാണ്. അതാണ് ഇന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. കാരണം ഇങ്ങനെയൊക്കെ ഒരു പൊസിഷൻ എടുത്തു. മന്ത്രി ഹിജാബിട്ട ഒരു കുട്ടിയെ ആശ്ലേഷിച്ച് പടവിടുകയാണ് ഫേസ്ബുക്കിൽ, ചേർത്ത് നിർത്തുകയാണ് നമ്മുടെ സംസ്കാരം എന്നത്. അതൊക്കെ വളരെ വളരെ ഗംഭീരമായുള്ള സംഗതി തന്നെയാണ്. പക്ഷേ ചേർത്ത് നിർത്തുകയാണ് നമ്മുടെ സംസ്കാരം എന്ന് മന്ത്രി പറഞ്ഞ അതേ ദിവസമാണ് എന്ത് സംഭവിക്കുന്നത്, ഈ കുട്ടി TC വാങ്ങി പോകേണ്ടി വന്നത്. ഇതേ ശിവൻകുട്ടി മന്ത്രിയായിട്ടുള്ള സംസ്ഥാനത്ത്, ഇതേ മന്ത്രിക്കെതിരെയും വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും ഈ സ്കൂൾ അധികൃതർ പറഞ്ഞ കാര്യങ്ങൾ കൂടെ നമ്മൾ ഓർക്കണം. അപ്പോൾ ഒരു വശത്ത് ചേർത്ത് നിർത്തുകയാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുമ്പോൾ തന്നെ മറുവശത്ത് ഒരു കുട്ടിക്ക് TC വാങ്ങി കണ്ണീരോടെ ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത് ശിവൻകുട്ടിയുടെ ഒരു എന്താ പറയുക ഒരു പരാജയം എന്നുള്ള ഈ സംവിധാനത്തിൻ്റെ ഒരു പരാജയമാണ്. സിസ്റ്റത്തിൻ്റെ പരാജയമാണ്. നല്ല അടിപൊളി ഡയലോഗ് അടിക്കാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ അതിലിടപെടാൻ പറ്റും. ഇന്നിപ്പം മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്, ആ കുട്ടിക്ക് ഏത് സ്കൂളിൽ വേണമെങ്കിലും അഡ്മിഷൻ മേടിച്ചു കൊടുക്കാൻ സർക്കാർ സന്നദ്ധമാണ്. ഒന്നാമത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അതിൽ സർക്കാർ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഓർഡർ നടക്കേണ്ട കാര്യമില്ല. അവരെ എവിടെയും അഡ്മിറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം സ്ഥാപനങ്ങൾക്കുണ്ട്. അങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് ഇത് നടപടിയെടുക്കും. പക്ഷേ ഇതിലെ പ്രശ്നം ഏതെങ്കിലും സ്കൂളിൽ പഠിക്കുക എന്നുള്ളതല്ലല്ലോ. ഈ സ്കൂളിൽ ഇതിലെ പ്രശ്നം എന്താണ്, ഈ സ്കൂളിൽ ഹിജാബ് ഇട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് അവർ പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിലെ നീതി എന്ന് പറഞ്ഞാൽ ഇതേ സ്കൂളിൽ ഹിജാബ് ഇട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത് സർക്കാരിന് സാധിക്കുമെന്ന് വെച്ചാൽ സർക്കാരിന് വേണമെങ്കിൽ സാധിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അങ്ങനെ ഒരു ഇതിലേക്ക് പോകാൻ അത്ര നല്ലൊരു കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒന്നാമത്തെ കുട്ടിക്ക് അവിടെ പഠിക്കാൻ പറ്റില്ല, അവിടെ ഒരു കോൺസെൻട്രേഷനോടെ അവിടെ ഇരിക്കാൻ പോലും പറ്റില്ല. പക്ഷേ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൽ പോയിൻ്റുണ്ട്. എന്താണ്, ശിവൻകുട്ടി ഇത് പറയുന്ന ദിവസം തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഏത് സ്കൂളിലും ഞാൻ ചേർക്കാൻ സന്നദ്ധമാണെന്നും മന്ത്രിയുടെ പ്രത്യേക ഔദാര്യം അതിൻ്റെ ആവശ്യമില്ല. ആ കുട്ടിക്ക് അല്ലെങ്കിൽ തന്നെ ഏത് സ്കൂളിലും പോയി ചേരാം വിദ്യാഭ്യാസ അവകാശ പ്രകാരം
അതിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ നിയമം അവർക്കെന്നല്ല ഏത് കുട്ടിക്കും നൽകുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി ഇത് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ കുഞ്ഞാലിക്കുട്ടി ലേറ്റ് എൻട്രൻ്റാണ്. കുഞ്ഞാലിക്കുട്ടി ഒരു രാഷ്ട്രീയ രീതി വെച്ചിട്ട് ഇതൊന്നും വലിയൊരു ഇഷ്യൂ ആക്കണ്ട എന്ന് വിചാരിച്ചതായിരിക്കും. പക്ഷെ ഇന്നലെയാണ് അദ്ദേഹം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ വളരെ മോശമായി പോയി സ്കൂൾ ചെയ്തത്. അത് കുഞ്ഞാലിക്കുട്ടി അത് പറയാനുള്ളതെന്ന് വെച്ചാൽ ആ നിലയിൽ കാര്യങ്ങൾ മാറി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഈ പള്ളുരുത്തി സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ ഉത്തരവാദപ്പെട്ട മുസ്ലിം മത സംഘടനകൾ ഔദ്യോഗികമായ പ്രസ്താവനകളൊന്നും ഇറക്കിയിട്ടില്ല. നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അതിൽ ആ നിലയ്ക്ക് ഒന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത് അബ്ദുസമദ് പൂക്കോട്ടൂർ മാത്രമായിരിക്കും. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഉത്തരവാദപ്പെട്ട മുസ്ലിം മത സംഘടന ഈ വിഷയത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടില്ല. പക്ഷേ അങ്ങനെയൊന്നും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാതെ തന്നെ ഇത് വലിയ കൊടിയ അനീതിയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീല് സമൂഹത്തിൽ മൊത്തം ഉണ്ടായിട്ടുണ്ട്. അതുണ്ടാക്കുന്നതിൽ പല ഘടകങ്ങളുണ്ട്. ഇന്നലത്തെ അവിടുത്തെ ഹെഡ് മിസ്ട്രസിൻ്റെ ആ ധാർഷ്ട്യം നിറഞ്ഞ, ധിക്കാരം നിറഞ്ഞ, പരിഹാസച്ചിരി നിറഞ്ഞ ആ പത്രസമ്മേളനം അതിൽ വളരെ പ്രധാന ഒരു ഘടകമായിട്ടുണ്ട്. അപ്പോൾ അത് കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു. വലിയൊരു വികാരം മൊത്തം സമൂഹത്തിൽ, മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല സമൂഹത്തിൽ തന്നെ ഈ ചെയ്യുന്നതും വളരെ മോശമായ പരിപാടിയാണെന്നൊരു വികാരമുണ്ടായി. ആ ഒരു ഫീല് തിരിച്ചറിയാനുള്ള ആൻ്റണി കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ അതിൽ ഇടപെട്ടത്. അപ്പോൾ ഇതിൽ അങ്ങനെ സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അനീതി നടക്കുന്നു. അനീതി നടക്കുമ്പം പിന്നെ ഭരണകൂടം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു താര പരിവേഷത്തിൽ നിൽക്കുന്നു എന്നൊരവസ്ഥ വരുമ്പോൾ പൊളിറ്റിക്കലി ഒരു ചെക്ക് വിളിക്കുക എന്നുള്ളത് കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ ഒരു ആവശ്യമാണ്. അതാണ് ഇന്ന് നടത്തിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ ഇതിലെ രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ കോൺഗ്രസ് ആകട്ടെ, മുസ്ലിം ലീഗ് ആകട്ടെ, CPM ആകട്ടെ, ഓരോരുത്തരെടുത്ത പൊസിഷൻ എന്താണ് എന്നുള്ളത് അത് ആ നിലയ്ക്ക് തന്നെ വിലയിരുത്തപ്പെടും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഒരു അനീതി സംഭവിക്കുകയും, അനീതി അവിടെ മാത്രമല്ല പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയും, ഭരണകൂടം പോലും ആ അനീതിക്കെതിരാണ്, ഞങ്ങൾക്ക് ആ നിലപാടില്ല, ആ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴും ഈ അനീതി അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ബാക്കിയാവുന്ന കാര്യം. അജിബ്സിന് എന്താ തോന്നുന്നത്? കാരണം ഈ വിഷയത്തിൽ ഇപ്പം ആ കുട്ടിയുടെ മാനസികാവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ സ്കൂളിൽ തുടർന്ന് പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരവുമാണ്. പക്ഷേ ഇത് എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്? ആ കന്യാസ്ത്രീ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇങ്ങനെ ഒരു കുട്ടി ക്ലാസ്സിലിരിക്കും മറ്റു കുട്ടികൾക്ക് പേടിയാവുമെന്നൊക്കെ. അതിനൊക്കെ അടിവരയിടുന്ന രൂപത്തിലേക്കായി കാര്യങ്ങളെന്ന് തോന്നുന്നുണ്ട്. ഈ കേരളത്തിലെ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ നമ്മുടെ കേരളത്തിലെ മൊത്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കൂടുതലും എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളാണുള്ളത്. സർക്കാർ സ്കൂളുകളിൽ എണ്ണത്തിൽ കുറവാണ്. അപ്പോൾ അതിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ധാരാളം ആളുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒന്നാണ് കത്തോലിക്ക സഭ. അപ്പോൾ സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹിജാബ് റെസ്ട്രിക്ഷൻ ഇല്ലാത്ത സ്കൂളുകളുണ്ട്. അതെങ്ങനെയുള്ള സ്കൂളുകളാണെന്ന് വെച്ചാൽ കൂടുതൽ കുട്ടികളും മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള ആളുകളാണെങ്കിൽ അവരവിടെ പഠിക്കേണ്ടത് അവരുടെ ആവശ്യം കൂടിയാവും. ചില എയ്ഡഡ് സ്കൂളുകളിൽ അവർ ഡിവിഷൻ നിലനിർത്താനൊക്കെ അപ്പോൾ അവരതിൽ കുറച്ച് വിട്ടുവീഴ്ച വരുത്താറുണ്ട്. ചില സ്കൂളുകളിൽ അവർ കർശനമായി ഇത് പാലിക്കണം, ഡ്രസ് കോഡ് പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യൂണിഫോം അല്ലാത്ത മറ്റൊന്നും അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ നാട്ടിൽ വളരെ പ്രശസ്തമായൊരു സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂളിൽ ഇതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിരുന്നു ഒരു കാലത്ത്. അപ്പോൾ സാധാരണ ഇതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുട്ടികൾ എന്ത് ചെയ്യില്ല, അവിടെ പഠിക്കാൻ പോകില്ല. കാരണം അവർക്ക് തട്ടോട്ടുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് പോവില്ല. അപ്പോൾ അവരെ ആകർഷിക്കാൻ വേണ്ടി അവർ ആ പറയുന്ന ലോയിൽ കുറച്ച് വെള്ളം ചേർത്ത് ആയിക്കോ കുഴപ്പമില്ല എന്ന രീതിയിൽ യൂണിഫോമിൻ്റെ കളറിൽ തന്നെ തട്ടോട്ടാൽ മതി എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനൊരു ഈ ഒരൊറ്റ പോയിന്റിൽ തന്നെ കാണാതെ മധ്യ കേരളത്തിൽ, ദക്ഷിണ കേരളത്തിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ പോലും ഈ മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഉണ്ടാകുന്ന ഡിവൈഡ് അതൊരു കഴിഞ്ഞൊരു 10 വർഷമായിട്ട് വളരെ രൂക്ഷമാണ്. ഈ ഡിവൈഡ് ഉണ്ടാവാനുള്ള കാരണം അത് ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി വളരെ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ അധികം ആളുകൾ. ആ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും മുസ്ലിം വിരോധം അത്രയധികം ബാധിക്കാത്തൊരു വിഭാഗമാണ് ലത്തീൻ കത്തോലിക്ക സമുദായം. ലത്തീൻ കത്തോലിക്ക സമുദായം, മുസ്ലിം സമുദായം, OBC വിഭാഗങ്ങളാണ്, സംവരണ സമുദായങ്ങളാണ്. അപ്പോൾ അങ്ങനൊരു റിഫ്റ്റ് അവർക്കിടയിൽ കാര്യമായിട്ടില്ല. പക്ഷേ ഇല്ല എന്നതിനർത്ഥം ഈ പറഞ്ഞ പ്രചാരണം അവർക്കിടയിൽ ഇല്ല എന്നുള്ളതല്ല. ആ പ്രചാരണം അതിശക്തമായി തന്നെ നടക്കുന്നുണ്ട്. ഈ കൊച്ചിയുടെ ഒരു പ്രത്യേകത, കൊച്ചിയിലെ സിറോ മലബാർ സഭയുടെ രൂപത എന്ന് പറഞ്ഞാൽ എറണാകുളം അങ്കമാലിയാദ് രൂപതയാണ്. എറണാകുളം അങ്കമാലിയാദ് രൂപതയോട് കേരളത്തിലുള്ള മറ്റു രൂപതകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഭയങ്കര സെക്യുലറാണ്, ഇവർ സുഡാപ്പികളാണ് എന്ന ആശയം പോലും അവരെ പറ്റി കേൾക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവരിൽ മുസ്ലിം വിരോധം ഇല്ലാത്തതുകൊണ്ടാണ്.
അവർ കുറേ കൂടി ആളുകളായിട്ട് ഇൻക്ലൂസീവായിട്ട് പെരുമാറുന്നു എന്നുള്ളതുകൊണ്ട് അവർ ആ ഒരു പ്രശ്നം കേൾക്കുകയാണ്. ഈ പ്രശ്നം ഉണ്ടായ സ്കൂള് ലത്തീൻ അതിരൂപതയുടെ കീഴിലുള്ള സ്കൂളാണ്, ലത്തീൻ കത്തോലിക്ക മാനേജ്മെൻറ്റ് സ്കൂളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഞാൻ ഇന്നലെ ഔട്ട് ഓഫ് ഹൗസിൽ പറഞ്ഞിരുന്നു, അത് അന്നുണ്ടായൊരു പ്രശ്നമല്ല, ഹിജാബിൻ്റെ പ്രശ്നം മാത്രമല്ല അത്. അതിനു മുമ്പ് ആ സ്കൂളിന് മുമ്പിലുള്ള റോഡ് പുനർനാമകരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നഗരസഭാ തീരുമാനം അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ എതിർപ്പ് മൂലം നഗരസഭയ്ക്ക് പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ ആ വിഷയത്തിൽ ആ ചുറ്റുപാടുമുള്ള ആളുകൾ എന്താണ്, ഒരു പുണ്യാളൻ്റെ പേര് ആ റോഡിനിടുന്നതിനെതിരാണ്. അപ്പോൾ ആ ആളുകളെ പറ്റിയുള്ള സ്കൂളിൻ്റെ വിചാരം എന്താ, ഇവർ വർഗീയവാദികളായതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ പറയുന്നതാണ് അവർ വിചാരിക്കുക. അപ്പോൾ ആ ഒരു കാലുഷ്യം അവിടെ കിടക്കുകയാണ്. അതായത് ഇത്തരം കാലുഷ്യങ്ങൾക്ക്, ഇത്തരം വിദ്വേഷങ്ങൾക്ക് ചെറിയ തീപ്പൊരി മതി, അവിടെ തുടങ്ങുകയാണ്. ഈ സ്കൂള് ഹിജാബ് അനുവദിക്കാത്തതാണ് എന്നറിഞ്ഞു തന്നെയായിരിക്കുമല്ലോ ഈ രക്ഷിതാവ് അവിടെ ചേർത്തിട്ടുണ്ടാവുക. അല്ല, അങ്ങനെയല്ലെന്ന് അദ്ദേഹം പറയുന്നത്. ആണോ? നേരത്തെ ക്രിസ്ത്യൻ സ്കൂളുകളിലാണ് പഠിച്ചത്, അവിടെ ഈ പ്രശ്നമില്ലായിരുന്നു. അല്ല, ഈ സ്കൂളിൽ മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ഇടാതെ തന്നെ ധാരാളം പെൺകുട്ടികൾ അവിടെ പോകുന്നുണ്ട്. അതായത് സ്കൂളിൻ്റെ ഗേറ്റ് വരെ ഇട്ടിട്ട് പോയിട്ട് അവിടെ കൂടിയിട്ടാണ് അവർ കയറി പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം വരുന്നു, ഈ ഒരു ക്ലാഷ് ഉണ്ടാകുന്നു. ഇതൊക്കെ എല്ലായിടത്തും മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചും ഒട്ടുമിക്ക സ്കൂളിലും ഉണ്ടാവാറുള്ളതാണ്. ആലുവയിൽ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം നടത്തി, പിന്നെ ഈ തീരുമാനം തിരുത്തിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പോലീസ് ഇടപെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു നിത്യ സംഭവമാണ്, നിത്യമായി ഉണ്ടാകുന്നൊരു ക്ലാഷാണിത്. അപ്പോൾ ഈ ക്ലാഷിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് നൗഫൽ ചോദിക്കുന്ന ചോദ്യം. ഇതിന് ഒരുപാട് അടരുകളുണ്ട്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. അത് ഇവിടെ മാത്രമല്ല അതിശക്തമായ നിലപാട് സ്വീകരിച്ചത്, പാലക്കാട് സ്കൂളിൽ RSSൻ്റെ സ്കൂളിൽ ബോംബ് കണ്ടപ്പോഴും അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്, ആ സ്കൂളിൻ്റെ NOC ഞാൻ റദ്ദാക്കും, ആ DD റിപ്പോർട്ട് വരട്ടെ. അത് പറഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമായി. ആ സ്കൂൾ ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും ആ കേസിൽ എന്തെങ്കിലും മുന്നോട്ട് പോയോ? ആ സ്കൂളിൻ്റെ NOC മന്ത്രി വി ശിവൻകുട്ടി റദ്ദാക്കിയോ? അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. 2 മാസം കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ഈ സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിന് ആ പറയുന്ന വാക്കുകളുടെ അർത്ഥമല്ല ഉള്ളത്, അതിന് രാഷ്ട്രീയമായ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവർക്ക് വോട്ട് വേണം. മന്ത്രി വി ശിവൻകുട്ടി അത് ഉറച്ചു പറയുന്നുണ്ടെങ്കിൽ, RSSനെതിരെ ഉറച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഈ വിഷയത്തിൽ ഹിജാബ് ധരിക്കുന്ന ഒരു കുട്ടിയുടെ മൗലികാവകാശത്തിനോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹത്തോട് അത് പറയാൻ പാർട്ടി നിയോഗിച്ചതാണ്. മറ്റാരും അത് പറയുന്നുമില്ല, ശ്രദ്ധിക്കണം. മന്ത്രി വി ശിവൻകുട്ടി മാത്രമല്ല അത് സംസാരിക്കേണ്ടത്, വേറെ ആരൊക്കെ സംസാരിക്കേണ്ടതുണ്ട്? വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയുണ്ട് കേരളത്തിൽ. അവരെന്തെങ്കിലും പറഞ്ഞു? ഒരു പെൺകുട്ടിക്കാണ്, ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിക്ക് നേരിട്ട് ഒരു മൗലികാവകാശ ലംഘനമാണ്. വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി എന്തെങ്കിലും പറഞ്ഞു? എന്തുകൊണ്ടാണ് വി ശിവൻകുട്ടി മാത്രം അത് പറയുന്നത്? അപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി കൊടുത്തിട്ടുള്ള മാൻഡേറ്റാണ് ഇതിങ്ങനെ പറയുക, RSSനെതിരെ സംസാരിക്കുക, ഇത്തരം ന്യൂനപക്ഷങ്ങളുടെ മൗലികാവകാശ ലംഘനങ്ങളിൽ ആഞ്ഞടിച്ചേക്കുക, എന്നിട്ട് എന്തെങ്കിലും ചെയ്തോ? ആഫ്റ്റർ ഓൾ എന്താ സംഭവിച്ചത്? ഒന്നും നടന്നിട്ടില്ല. മന്ത്രി ഇന്നും പറഞ്ഞത് എന്താണ്, അല്ല അത് എൻ്റെ നിലപാട് അത് തന്നെയാണ്, പിന്നെ പ്രശ്നം തീരട്ടെ. അതല്ലോ അതിലൊരു നിലപാട്. മന്ത്രി എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്ററാണ്. മന്ത്രി അവിടെ നീതി നടപ്പാക്കാൻ ബാധ്യസ്ഥനായ ഒരാളാണ്, ഡയലോഗ് അടിക്കുന്ന ആളല്ല. അപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭരണപരമായ കഴിവുകൾ ചോദ്യം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞൊരു 10-15 വർഷത്തിനിടയിൽ കേരളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും എന്താ പറയുക കാര്യപ്രാപ്തിയുള്ളൊരു വിദ്യാഭ്യാസ മന്ത്രിയാണ് വി ശിവൻകുട്ടി. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളല്ല ആവശ്യം, നടപടികളാണ്. ആ നടപടികൾ എടുക്കാൻ കഴിയില്ല. പകരം അദ്ദേഹത്തിന് സ്റ്റേറ്റ്മെൻറ്റ് നടത്താനാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള മാൻഡേറ്റ്. അതിന് അദ്ദേഹത്തിനും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹം നിയമത്തിൽ ചിലപ്പോൾ മത്സരിച്ചേക്കും, അടുത്ത തവണ അദ്ദേഹം നിയമത്തിൽ മത്സരിച്ചേക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധിക അടരുകൾ ഇതിലുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ വിഷയം എടുത്താൽ കോൺഗ്രസിനെ കൂടി ഇതിൽ വിചാരണ ചെയ്യപ്പെടേണ്ടതാണ്. കോൺഗ്രസ് എന്ത് സ്വീകരിച്ച നിലപാട് അത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്? ഈ രക്ഷിതാവിൻ്റെ അടുത്ത് പോയിട്ട് പറയാം, നിങ്ങൾ ഈ തൽക്കാലം ഈ പ്രശ്നമാക്കാതെ അവിടെ ഹിജാബ് ഇടാതെ പൊക്കോളൂ. അതല്ലല്ലോ ഒരു കോൺഗ്രസ് നേതാവ് അവിടെ പറയേണ്ടത്. അപ്പോൾ ഇന്നലെ ഹൈബി ഈഡൻ MP കാണാൻ ഈ സ്കൂൾ മാനേജ്മെൻറ്റ് സമ്മതിച്ചില്ല എന്ന് പറയുന്നത്, അങ്ങനെ ഒരു പ്രസ്താവന ഞാൻ വിശ്വസിക്കുകയില്ല. ഒന്ന്, ഹൈബി ഈഡൻ ലത്തീൻ കത്തോലിക്ക സമുദായ അംഗമാണ്, അദ്ദേഹം ഒരു MP ആണ്. ജോർജ് ഈഡൻ എന്ന് പറയുന്ന കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മകനാണ്. അദ്ദേഹം എനിക്കൊന്ന് കാണണമെന്ന് പറയുമ്പോൾ കാണാൻ മനസ്സില്ല എന്ന് പറയുന്ന ഒരു സ്കൂൾ മാനേജ്മെൻറ്റും കൊച്ചിയിലുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കാണാതിരിക്കാൻ വേറെ എന്തെങ്കിലും കളി അവിടെ നടന്നുണ്ടാവാം. ഒരുപക്ഷെ ഹൈബി ഈഡനെ കാണിക്കാതിരിക്കാൻ എന്തെങ്കിലും കളി നടന്നുണ്ടാവും. പക്ഷേ കാണാൻ ഇവർ സമ്മതിച്ചില്ല. അത്തരം ധിക്കാരം ഹൈബി ഈഡനോട് കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഇത് കൃത്യമായി ഞാൻ മുമ്പ് പറഞ്ഞ ഒരു കാസ പ്ലോട്ടാണ്. ഈ കാസ പ്ലോട്ട് അറിഞ്ഞുകൊണ്ട് കാസയ്ക്ക് ഇതിലുള്ള ഇൻഫ്ലുവൻസ് അറിഞ്ഞിട്ട് തന്നെ മിണ്ടാതിരിക്കുന്ന ആളുകളുണ്ട്. അതായത് മിണ്ടിക്കഴിഞ്ഞാൽ നമ്മളെ സുഡാപ്പിയാക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന ക്രൈസ്തവ സമുദായങ്ങൾ എറണാകുളത്തുണ്ട്. മിണ്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മളെ സുഡാപ്പിയാക്കുമോ എന്ന് കരുതി എന്താണ് സ്കൂൾ മാനേജ്മെൻറ്റിനോടൊപ്പം നിൽക്കുന്ന മുൻപ് നീതിപൂർവമായ നിലപാട് സ്വീകരിച്ച ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഭയക്കുന്ന ആളുകളുണ്ട്.
അപ്പോൾ ഇത് വളരെ ഉൾപ്പിരിവുകളുള്ള, ഞാൻ മുമ്പ് ഔട്ട് ഓഫ് ഹൗസിലേയും പറഞ്ഞു, ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വർഷമാണ്, ഇത്തരം ഇൻസിഡൻസ് ഇനിയും ഉണ്ടാവും. ഇനി നവംബർ കൂടി നമ്മൾ കടക്കേണ്ടതുണ്ട്. ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ഒരുപാട് പ്ലോട്ടുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അത് നമ്മൾ കരുതിയിരിക്കുക എന്ന് മാത്രമേ കരുതാനുള്ളൂ. അതിനപ്പുറം രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പ്രസ്താവനകൾ ഇതിൽ ഡാമേജ് കൺട്രോളിന് വേണ്ടിയുള്ള പ്രസ്താവനകൾ, അത് കുഞ്ഞാലിക്കുട്ടി നടത്തുന്നതാകട്ടെ, ശിവൻകുട്ടി നടത്തുന്നതാകട്ടെ, മറ്റാര് നടത്തുന്നതാകട്ടെ, കോൺഗ്രസിൻ്റെ ഇടപെടലുകളാകട്ടെ, അവർ ഡാമേജ് കൺട്രോളിലാണ് ശ്രമിക്കുന്നത്, അല്ലാണ്ട് പ്രശ്നപരിഹാരത്തിനല്ല. യെസ്,